കന്യാമറിയം മദർ ഓഫ് യേശു ക്രിസ്തു അത് മതി എന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ വ്യക്തമായ നിലപാട്. കുരിശുമരണത്തിലൂടെ യേശു ക്രിസ്തുവാണ് മാനവരാശിയെ രക്ഷിച്ചതെന്നും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് ഉചിതമല്ല എന്ന് നിർദ്ദേശിച്ചാണ് കത്തോലിക്ക സഭ ഇപ്പോൾ ഒരു രേഖ പുറത്തിറക്കിയിരിക്കുന്നത്. യേശുവിന്റെ കുരിശുമരണമാണ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാനമെന്ന് ക്രൈസ്തവർ അന്നു മുതൽ ഇന്ന് വരെ വിശ്വസിക്കുന്നതാണ്. അമ്മയുടെ വിവേകപൂർണമായ വാക്കുകൾ യേശു കേട്ടിരിക്കാമെങ്കിലും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ ഒപ്പുവെച്ച വിശ്വാസ സത്യങ്ങൾക്കായുള്ള കാര്യാലയം പുറത്തിറക്കിയ പുതിയ പ്രബോധന രേഖ എടുത്തു കാട്ടുന്നുണ്ട്. ഏറെ എതിർപ്പും ഇതിനെതിരെ വന്നിട്ടുണ്ട്. നിരവധി ബിഷപ്പുമാരാണ് കന്യാമറിയത്തെ സഹരക്ഷക എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വത്തിക്കാന് പലതവണയെ കത്ത് നൽകിയിരുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ ലിയോ 14 മാർപ്പാപ്പ നിരസിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ പൊരുത്തത്തിൽ അസന്തുലിതവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതാണ് ഈ പ്രബോധന രേഖയെന്ന് ഏറെ വിമർശനം ഉയർന്നിട്ടുണ്ട്. രക്ഷാകര ദൗത്യത്തിൽ കന്യാമറിയത്തിന് വലിയ പങ്കുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മധ്യവർത്തിയായിരുന്നു കന്യാമറിയം. അതുതന്നെയാണ് വിശ്വാസവും. യേശുവിന് ജന്മം നൽകുക വഴി മാനവരാശിയുടെ ആകെ രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നു കൊടുത്തത് തന്നെ കന്യാമറിയമാണ്. എങ്കിലും കുരിശുമരണത്തിലൂടെ യേശുവാണ് ലോകത്തെ ഉയർത്തെഴുന്നേറ്റ് രക്ഷിച്ചത്. യേശുവിന്റെ അമ്മ വിശ്വാസികൾക്കെല്ലാം അമ്മയും മധ്യസ്ഥയുമാണ്. ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. എന്നാൽ മറിയത്തെ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും ഈ രേഖയിൽ ശക്തമായി മാർപ്പാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിച്ച് ഒരു വിഭാഗം വിശ്വാസികൾ, ഒരു വിഭാഗം ബിഷപ്പുമാർ ഒക്കെ ആരാധിക്കുന്നതിനെ അതിനെതിരെ സഭയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ ഒരു നീക്കത്തെ ശക്തമായി എതിർത്ത വ്യക്തിയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഇതിനെ രൂക്ഷമായി എതിർത്തിരുന്നു. അപ്പോൾ പിന്നെ ലിയോ 14 മാർപ്പാപ്പയും ഇതിനെ എതിർക്കണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ജോൺ പോൾ 2 മാർപ്പാപ്പ സഹരക്ഷക വിശേഷണത്തെ അനുകൂലിച്ചെങ്കിലും വിശ്വാസ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് അത് വത്തിക്കാൻ അംഗീകരിച്ചിരുന്നില്ല. ഇതേസമയം കത്തോലിക്ക സഭയിൽ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കാൻ സഹരക്ഷക, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കരുതെന്നും വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ സമൂഹത്തിന്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കാമെന്നും വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായി സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇനി അത് പ്രകാരമാകും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. സഹരക്ഷക എന്നിനി കന്യാമറിയത്തെ വിളിക്കില്ല ദേവാലയങ്ങളിൽ. പകരം കന്യാമറിയം മദർ ഓഫ് യേശു ക്രിസ്തു അത് മതി എന്നാണ് ഇപ്പോഴത്തെ വത്തിക്കാന്റെ തീരുമാനം.